പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 3ാം സെമസ്റ്ററിലെ സൈബർ സംസ്കാരവും മലയാളവും എന്ന പേപ്പറിലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അരപ്പുറത്തിൽ ഉത്തരം എഴുതേണ്ടവയാണ് ആദ്യ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഈ സാക്ഷരതയുടെ ആവശ്യകത എന്ത്? അതിവേഗ ലോകത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. ഇതൊരു അതിവേഗ ലോകമാണ്. ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിരിക്കുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസവും വിദൂര ജോലിയും മുതൽ സർക്കാർ സേവനങ്ങളും ആരോഗ്യ പരിരക്ഷയും വരെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാണ്. ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസം നടക്കുന്നു. വിദൂര ജോലി മുതൽ സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ പരിരക്ഷ എല്ലാം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെയാണ് നടക്കുന്നത്. ഈ സാക്ഷരത നേടാതെ ദൈനംദിന വ്യവഹാരങ്ങൾ അസാധ്യമായ ഒരു കാലഘട്ടമാണിത്. അപ്പോൾ ഈ സാക്ഷരത ലഭിച്ചില്ലെങ്കിൽ നമുക്ക് ദൈനംദിന വ്യവഹാരങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടാണ്. ഈ സാക്ഷരത എന്നത് ഇലക്ട്രോണിക് സാക്ഷരത എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. ഈ സാക്ഷരത എന്നാൽ ഇലക്ട്രോണിക് സാക്ഷരത എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനും ഉപയോഗിക്കാനുള്ള അറിവ്, ഇൻ്റർനെറ്റ് പ്രാവീണ്യം, ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള വിവേകം, സൈബർ സുരക്ഷാ അവബോധം, സ്വന്തം ഭാഷാ കമ്പ്യൂട്ടറിലൂടെ വിനിമയം ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള പരിജ്ഞാനം എന്നിവ ഈ സാക്ഷരതയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ സാക്ഷരതയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? അടിസ്ഥാനമായിട്ടുള്ള കമ്പ്യൂട്ടർ പരിജ്ഞാനം, സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനും ഉപയോഗിക്കാനുള്ള അറിവ്, ഇൻ്റർനെറ്റ് പ്രാവീണ്യം, ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള വിവേകം, സൈബർ സുരക്ഷാ അവബോധം, സ്വന്തം ഭാഷ കമ്പ്യൂട്ടറിലൂടെ വിനിമയം ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള പരിജ്ഞാനം എന്നിവയെല്ലാം ഈ സാക്ഷരതയിൽ ഉൾപ്പെടുന്നു. ഈ സാക്ഷരത ആളുകളെ വിവരമുള്ളവരായി തുടരാനും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിനനുസരിച്ച് മാറാനും പര്യാപ്തമാക്കുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഓൺലൈൻ സമ്പ്രദായത്തിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കും ഈ സാക്ഷരത നൽകേണ്ടത് അനിവാര്യമാണ്. ഡിജിറ്റൽ പഠനത്തിൽ ഏർപ്പെടാനും വിദ്യാഭ്യാസ സ്രോതസ്സുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനും അധ്യാപകരുമായി സംവദിക്കാനും ഈ സാക്ഷരത വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കും. ഇപ്പോൾ പല ജോലികൾക്കും ഡിജിറ്റൽ വൈദഗ്ധ്യം ആവശ്യമാണ്. അതിനാൽ ഈ സാക്ഷരത വിവിധ തൊഴിൽ അവസരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുകയും തൊഴിൽ മേഖലയിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ചോദ്യം, സ്വയം പ്രസാധനത്തിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാം? രചയിതാക്കൾക്ക് അവരുടെ സൃഷ്ടിയിൽ മേൽ പൂർണ്ണമായ സർഗാത്മക നിയന്ത്രണം നിലനിർത്താൻ സാധിക്കുന്നു. രചയിതാക്കൾക്ക്, അതായത് എഴുത്തുകാർക്ക് അവരുടെ സൃഷ്ടിയിൽ മേൽ പൂർണ്ണമായ സർഗാത്മക നിയന്ത്രണം നിലനിർത്താൻ സാധിക്കുന്നു. പുസ്തകത്തിൻ്റെ ശീർഷകം, കവർ ഡിസൈൻ, ഇൻറ്റീരിയർ ലേഔട്ട്, ഉള്ളടക്കം എന്നിവ ബാഹ്യ ഇടപെടലുകളില്ലാതെ നടത്താനാകും. പുസ്തകത്തിൻ്റെ ശീർഷകം, കവർ ഡിസൈൻ, ഇൻറ്റീരിയർ ലേഔട്ട്, ഉള്ളടക്കം എന്നിവ ബാഹ്യ ഇടപെടലുകളൊന്നുമില്ലാതെ തന്നെ നടത്താനാകും. പരമ്പരാഗത പ്രസിദ്ധീകരണം ഒരു നീണ്ട പ്രക്രിയയാണ്. പലപ്പോഴും കയ്യെഴുത്തു പ്രതി സമർപ്പിക്കൽ മുതൽ പുസ്തക പ്രകാശനം വരെ അത് വർഷങ്ങൾ എടുത്തേക്കാം. സ്വയം പ്രസാധനം രചയിതാക്കളെ അവരുടെ പുസ്തകങ്ങൾ വളരെ വേഗത്തിൽ വായനക്കാരിലേക്ക് എത്തിക്കാൻ പര്യാപ്തരാക്കുന്നു. തങ്ങളുടെ കൃതി വളരെ വേഗം വായനക്കാരിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. പരമ്പരാഗത പ്രസിദ്ധീകരണത്തിൽ സാധാരണയായി എഴുത്തുകാർക്ക് റോയൽറ്റിയുടെ കുറഞ്ഞ ശതമാനം വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ അതേസമയം നേരിട്ടുള്ള പ്രസാധനവും വിപണനവും നടത്തുമ്പോൾ എഴുത്തുകാർക്ക് ഉയർന്ന വരുമാനം ലഭിക്കുന്നു. ലഭിക്കാനിടയാകുന്നു. സ്വയം പ്രസാധനവും ഈ പ്രസാധനവും വായനക്കാർക്ക് കൂടുതൽ വൈവിധ്യമാർന്ന പുസ്തകങ്ങൾ വിലക്കുറവിൽ ലഭിക്കാൻ സാധ്യത തുറക്കുന്നു. ഇപ്പോൾ വളരെ വിലക്കുറവിൽ വിതരം പുസ്തകങ്ങൾ വായനക്കാർക്ക് ലഭിക്കാൻ ഇടയാകുന്നു. ആമസോൺ, നോബിൾ, നോഷൻ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ആഗോള വായനക്കാരിലേക്ക് എത്തുന്നു. ഇത് പുസ്തകങ്ങളുടെയും എഴുത്തുകാരുടെയും പ്രശസ്തി വർദ്ധിപ്പിക്കും. മൂന്നാമത്തെ ചോദ്യം, ക്രൗഡഡ് സോളിറ്റ്യൂഡ്. കുറിപ്പ് തയ്യാറാക്കുക. ഇൻ്റർനെറ്റ് യുഗത്തിൽ ആളുകളാലും വിവരങ്ങളാലും നമ്മൾ നിരന്തരം ചുറ്റപ്പെട്ടിരിക്കുന്നു.
എന്നിട്ടും പരസ്പര ബന്ധിതമായ ലോകത്ത് നമ്മിൽ പലർക്കും മുമ്പത്തെക്കാളും ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് ക്രൗഡഡ് സോളിറ്റ്യൂഡ് അഥവാ തിരക്കേറിയ ഏകാന്തത എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ ചുറ്റും ആളുകളും വിവരങ്ങളും എല്ലാം ഉണ്ട്, എന്നാലും നമുക്കൊരു ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവപ്പെടും. ഇതിനെയാണ് ക്രൗഡഡ് സോളിറ്റ്യൂഡ് അഥവാ തിരക്കേറിയ ഏകാന്തത എന്ന് പറയുന്നത്. ഈ പ്രതിഭാസം ആധുനിക മനുഷ്യജീവിതത്തിലെ സങ്കീർണമായ ഒരു വിരോധാഭാസമാണ്. സൈബർ സമൂഹത്തിൽ മറ്റുള്ളവരാൽ ചുറ്റപ്പെടുമ്പോൾ പോലും ഭൗതികമായി ഏകാന്തതയും അന്യവൽക്കരണവും അനുഭവപ്പെടുന്ന അവസ്ഥയാണിത്. സൈബർ സമൂഹത്തിൽ മറ്റുള്ളവരാൽ ചുറ്റപ്പെടുമ്പോൾ പോലും ഭൗതികമായി ഏകാന്തതയും അന്യവൽക്കരണവും അനുഭവപ്പെടുന്ന അവസ്ഥ. വൈകാരികമായി വിച്ഛേദിക്കപ്പെടുകയോ ഒറ്റപ്പെടുകയോ ചെയ്യുമ്പോൾ ശാരീരികമായി മറ്റുള്ളവരാൽ ചുറ്റപ്പെട്ട അനുഭവത്തെ ഉൾക്കൊള്ളുന്ന പദമാണ് തിരക്കേറിയ ഏകാന്തത എന്നത്. തിരക്കേറിയ സ്ഥലത്തായിരിക്കുമ്പോഴും അഗാധമായ ശൂന്യത അനുഭവപ്പെടുന്ന അവസ്ഥ. ഒരു തിരക്കേറിയ സ്ഥലത്താണെങ്കിലും അഗാധമായ ഒരു ശൂന്യത അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഇത്. അല്ലെങ്കിൽ സ്വന്തം വീടുകളിൽ പോലും നിലനിൽക്കുന്ന ഏകാന്തത. ഇതൊക്കെ തിരക്കേറിയ ഏകാന്തതയ്ക്ക് ചില ഉദാഹരണങ്ങളാണ്. പുറം ലോകത്തിൻ്റെ ആരവങ്ങളും ബഹളങ്ങളും കാണുമ്പോഴും കേൾക്കുമ്പോഴും ആൾക്കൂട്ടത്തിനിടയിൽ തനിച്ചാകുന്ന അവസ്ഥ. ആൾക്കൂട്ടത്തിനിടയിൽ തനിച്ചാകുന്ന ഒരവസ്ഥയാണ് ഇത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും വരവ് നമ്മൾ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുന്ന രീതിയിൽ മാറ്റങ്ങൾക്ക് ഇടയാക്കി. ആളുകൾ പലപ്പോഴും വെർച്വൽ ലോകങ്ങളിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥയാണ്. ഇത് സാമൂഹിക ഇടപെടലിന് നിരവധി അവസരങ്ങൾ നൽകുമ്പോൾ തന്നെ ഒറ്റപ്പെടലിലേക്കും നയിക്കുന്നുണ്ട്. ആളുകൾ പലപ്പോഴും വെർച്വൽ ലോകത്തിലാണ്, അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും ഒറ്റപ്പെടലിലേക്കും പോകുന്നുണ്ട്. സാമൂഹികമായ ഇടപെടലിന് അവസരം നൽകുമ്പോൾ തന്നെയാണ് ഈ ഒറ്റപ്പെടലിലേക്ക് പോകുന്നത്. നഗരവൽക്കരണം ഒരു പ്രധാന കാരണമാണ്. മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി കൂടുതൽ ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറുന്നു. തിരക്കേറിയ നഗര ചുറ്റുപാടുകളിൽ വ്യക്തിബന്ധങ്ങൾ രൂപീകരിക്കുന്നതിനും പരിപാലിക്കുന്നതിനും കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാകും. അതിനാൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിലും നഗരവാസികൾക്ക് പലപ്പോഴും ക്രൗഡഡ് സോളിറ്റ്യൂഡ് അനുഭവപ്പെടാറുണ്ട്. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾ മറ്റൊരു കാരണമാണ്. നഗരവൽക്കരണം ഒരു കാരണമാണ്, മറ്റൊന്ന് മാറുന്ന തൊഴിൽ സാഹചര്യങ്ങളാണ്. അനേകം ആളുകൾ ജോലി ഭാരത്താൽ തിരക്കേറിയ ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അർത്ഥവത്തായ സാമൂഹിക ഇടപെടലുകൾക്കായി അവർക്ക് അല്പസമയം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പ്രൊഫഷണലായി വിജയിക്കാനുള്ള സമ്മർദ്ദം, ഊഷ്മളമായ സാമൂഹിക ബന്ധങ്ങളും അതുവഴിയുള്ള സന്തോഷങ്ങളും നഷ്ടപ്പെടാൻ ഇടയാകുന്നു. സൈബറിടത്തിൻ്റെ ആഴമില്ലാത്തതോ ക്ഷണികമോ ആയ ബന്ധങ്ങൾ ആഴമേറിയതും അർത്ഥവത്തായതുമായ ബന്ധങ്ങളുടെ വികാസത്തെ തടസ്സപ്പെടുത്തും. ക്രൗഡഡ് സോളിറ്റ്യൂഡ് പലരിലും ഉത്കണ്ഠ, വിഷാദം, അന്തർമുഖത്വം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. കുടുംബമായോ സുഹൃത്തുക്കളുമായോ പങ്കാളിയുമായോ ശക്തമായി ബന്ധം സ്ഥാപിക്കാനുള്ള ഒരാളുടെ കഴിവിനെ ഇത് ബാധിച്ചേക്കാം. സാമൂഹിക വിഘടനത്തിനും ഇത് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ തടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെറുക്കുന്നതിന് വേണ്ടി ഡിജിറ്റൽ ലോകത്തിൻ്റെയും യഥാർത്ഥ ലോകത്തിൻ്റെയും ഇടപെടലുകൾക്കിടയിൽ സന്തുലിതാവസ്ഥ ഉണ്ടാകേണ്ടതാണ്. യഥാർത്ഥ ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുക, സ്വയം പരിചരണത്തിന് മുൻഗണന നൽകുക, ഡിജിറ്റൽ ലോകത്ത് നിന്ന് ഇടവേളകൾ എടുക്കുക, അതിരുകൾ നിശ്ചയിക്കുക, ശ്രദ്ധാപൂർവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നിവ വ്യക്തികളെ ആന്തരിക സമാധാനത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ബോധം വീണ്ടെടുക്കാൻ സഹായിക്കും. അടുത്ത ചോദ്യം, റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും രണ്ട് വ്യത്യസ്ത ലോകങ്ങളാണ്. റിയാലിറ്റി എന്നത് നമുക്ക് ചുറ്റുമുള്ള ഭൗതിക ലോകം. റിയാലിറ്റി നമുക്ക് ചുറ്റുപാടുമുള്ള ഭൗതിക ലോകമാണ്. അതേസമയം വെർച്വൽ റിയാലിറ്റി എന്നത് സൈബറിടം സൃഷ്ടിച്ച അയഥാർത്ഥവും സാങ്കല്പികവുമായ ലോകമാണ്. ഇത് സൈബറിടം സൃഷ്ടിച്ചതാണ്, അയാഥാർത്ഥമാണ്, സാങ്കല്പികവുമാണ്.
വെർച്വൽ റിയാലിറ്റി ഒരു ആശയമെന്ന നിലയിൽ കാലങ്ങളായി തന്നെ നിലവിലുണ്ട്. സാഹിത്യത്തിലുള്ള ഭാവന ലോകങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ജോനാഥൻ സ്വിഫ്റ്റിൻ്റെ ഗളിവറുടെ യാത്രയിൽ കാണുന്ന കുറിയ മനുഷ്യരുള്ള ലില്ലി പുട്ടുദ്വീപും സന്തോഷ് എച്ച് കാനത്തിൻ്റെ കോമാല കഥയിൽ ഉദ്ധരിക്കുന്ന പരേതരായ ലോകവും പെഡ്രോ പരാമയക്കുവെ സാങ്കല്പിക ലോകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്ത കാലത്താണ് സൈബർ സ്പേസ് എന്ന വെർച്വൽ ലോകം സാധാരണക്കാർക്ക് പ്രാപ്യമായത്. സാങ്കേതിക വിദ്യയുടെ പുരോഗതിയുടെ ഫലമായി വെർച്വൽ ഇടങ്ങൾ കൂടുതൽ വിശാലവും ആഴത്തിലുള്ളതും പരിധിയില്ലാത്തതുമായി മാറിയിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ട് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും തമ്മിലുള്ള അതിർവരമ്പുകൾ കൂടുതൽ മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിന് തുടക്കമിട്ടിരിക്കുന്നു. വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ അനുഭവ മണ്ഡലങ്ങളിലേക്ക് സാങ്കേതിക വിദ്യ അതിശയിപ്പിക്കുന്ന വേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മേഖലകൾ നമുക്ക് ചുറ്റുമുള്ള യഥാർത്ഥ ലോകത്തെയും നാം കാണുകയും ഇടപെടുകയും ചെയ്യുന്ന പ്രതീകാത്മക സൈബർ ലോകത്തെയും അടിസ്ഥാനപരമായി മാറ്റിമറിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്തു. മിക്സഡ് റിയാലിറ്റി എന്നത് ഫിസിക്കൽ വെർച്വൽ റിയാലിറ്റികളുടെ സമന്വയത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത് രണ്ട് ലോകങ്ങളെയും തടസ്സമില്ലാതെ സംയോജിപ്പിച്ച് പൂർണ്ണമായും പുതിയതും സംവേദനാത്മകവുമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ ഹോളോലെൻസ് മിക്സഡ് റിയാലിറ്റി ഉപകരണത്തിന് ഉദാഹരണമായി എടുക്കാവുന്നതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നത് യഥാർത്ഥ ലോകത്തെ ഒരു ഉപയോക്താവിൻ്റെ വീക്ഷണത്തിൽ കമ്പ്യൂട്ടർ സൃഷ്ടിച്ച ചിത്രം ഇമ്പോസ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ചന്ദ്രനിൽ പോവാത്ത ഒരാൾ ചന്ദ്രനിൽ ഇറങ്ങുന്ന, ബഹിരാകാശ സഞ്ചാരിയല്ലാത്ത ഒരാൾ ബഹിരാകാശത്ത് നടക്കുന്ന പ്രതീതിയുള്ള വീഡിയോകളും ദൃശ്യങ്ങളുമൊക്കെ ചിത്രീകരിക്കാൻ ഓഗ്മെന്റഡ് റിയാലിറ്റിയിലൂടെ സാധിക്കും. ഈ സാങ്കേതിക വിദ്യയുടെ ഒത്തുചേരൽ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെക്കുറിച്ച് അഗാധമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നാം വെർച്വൽ പരിതസ്ഥിതികളിൽ മുഴുകുകയും ഡിജിറ്റൽ ഉള്ളടക്കം ഭൗതിക ലോകവുമായി തടസ്സമില്ലാതെ ലയിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെ ബാധിക്കുന്ന വെല്ലുവിളികളെയും അവസരങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. വിവിധ തൊഴിൽ മേഖലകളെ മുതൽ മനുഷ്യൻ്റെ സർഗാത്മകവും കായികവുമായ ശേഷികളെ വരെ ഇത് ബാധിക്കുമെന്ന ആശങ്കകളുണ്ട്. വെർച്വൽ റിയൽ നടീനടന്മാരെ ഉപയോഗിച്ചുള്ള സിനിമാ ചിത്രീകരണം തൊഴിൽ ഭീഷണി ഉയർത്തുന്നുവെന്ന് ഹോളിവുഡ് അഭിനേതാക്കൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചതും ലോക കായിക മത്സരങ്ങളിൽ സിമുലേഷൻ വീഡിയോ ഗെയിമുകൾ മത്സര ഇനമായി കൊണ്ടുവരാനുള്ള ആലോചനകളും ഈ ആശങ്കകൾക്ക് അടിവരയിടുന്നു. അടുത്ത ചോദ്യം, മീം എന്നാൽ എന്തെന്ന് വിശദമാക്കുക. ഇന്റർനെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമായി വേഗത്തിൽ പ്രചരിക്കുന്ന ഒരു ആശയം, ചിത്രം, വീഡിയോ അല്ലെങ്കിൽ തമാശയുള്ള സന്ദേശം എന്നിവയെയാണ് മീം എന്ന് വിളിക്കുന്നത്. ഇന്റർനെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളിലുമായി വേഗത്തിൽ പ്രചരിക്കുന്ന ഒരു ആശയം, ചിത്രം, വീഡിയോ അല്ലെങ്കിൽ തമാശയുള്ള സന്ദേശം. സാധാരണയായി ഹാസ്യം, പരിഹാസം, സാമൂഹിക അഭിപ്രായം തുടങ്ങിയ പ്രകടിപ്പിക്കാൻ മീം ഉപയോഗിക്കുന്നു. മീം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് റിച്ചാർഡ് ഡാക്കിൻസ് ആണ്. അദ്ദേഹം തൻ്റെ ദി സെൽഫിഷ് ജീൻ എന്ന പുസ്തകത്തിലാണ് ഈ പദം ഉപയോഗിച്ചത്. പിന്നീട് ഇൻ്റർനെറ്റ് വന്നതോടെ ഈ പദം സൈബർ ലോകത്ത് വളരെയധികം പ്രചാരത്തിലായി. സൈബർ സംസ്കാരത്തിൽ മീമുകളുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. സോഷ്യൽ മീഡിയയിൽ അത് വേഗത്തിൽ പ്രചരിപ്പിക്കുന്നു. അതുപോലെ തന്നെ തമാശയിലൂടെയും പരിഹാസത്തിലൂടെയും ആശയം പറയുന്നു. ഓരോ മീമും പലരും മാറ്റം വരുത്തി വീണ്ടും പങ്കിടുന്നു. സമൂഹത്തിലെ സംഭവങ്ങൾക്ക്, രാഷ്ട്രീയ വിഷയങ്ങൾക്കും പ്രതികരിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചോദ്യപേപ്പറിൻ്റെ മറ്റു ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ പ്രതീക്ഷിക്കുന്നു.